CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CCTVയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പ്രൗഢമായ തുടക്കം. എക്സൈസ്, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ CCTV നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ഞായറാഴ്ച തുടക്കമായത്. പ്രസിദ്ധമായ കീച്ചേരി പറപ്പൂക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് നിലപ്പന്തൽ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത്. കടങ്ങോട് കിഴക്കുമുറിയിലുണ്ടായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. ആലക്കൽ കൃഷ്ണന്റെ മകൻ ശശികുമാറിന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ അമൃത് കുടുംബശ്രീ NULM പദ്ധതികളുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയുടെ വിവിധ പാർക്കുകളിൽ ജോലി ചെയ്തു വരുന്ന അമൃതമിത്രമാരുടെ സംഗമവും 1ാം വാർഷികവും പുതിയ അമൃതമിത്ര പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടത്തി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് അവതരിപ്പിച്ച ബജറ്റ് തികച്ചും നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം. യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനം രേഖപ്പെടുത്തി. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടിയിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭാതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഗുരുവായൂർ നഗരസഭയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. SKSSF വടക്കേക്കാട് മേഖലാ ബദർ അനുസ്മരണവും ഇഫ്താർ സംഗമവും നടത്തി. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിന്റെ മാടൻ മോക്ഷം നാടകത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടത്തി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം NK അക്ബർ MLA അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. ഇരുമ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ KCBC മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മധ്യവിരുദ്ധ ഞായർ പതാക ദിനമായി ആചരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. CPM കേച്ചിരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ പരിധിയിലെ പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാദ്യോപകരണങ്ങളും PVC വാട്ടർ ടാങ്കും വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം നടത്തി. എരുമ്പേട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുക്കശ്ശേരി തച്ചുകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇരുമ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓർഗാനിക് കമ്പോസ്റ്റർ ബിൻ വിതരണം നടത്തി. കടവല്ലൂർ പഞ്ചായത്തിൽ BJP മേഖലാ പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും സ്വീകരണം നൽകി. ഗാന്ധി ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആവശ്യകതയാണെന്ന ആശയമുയർത്തി മഹാത്മാഗാന്ധി അനുസ്മരണ സംഘവും കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 18ാം വാർഡ് കമ്മിറ്റി രൂപീകരണവും നടത്തി. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ കാരവാൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ MN നഗറിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.